അല്ല, ഇതാരാ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലാവാഞ്ഞിട്ടോ അതോ പഴയ ആളുകളെ മറന്നുവോ? എന്താ ഈ പറയണേ? പഴയതും പുതിയതും എല്ലാം ഇന്നലത്തെ പോലെ തന്നെ മനസ്സിലുണ്ടേ. ആ, ഇപ്പൊ മറന്നു. വരൂ, കയറിയിരിക്ക്. ഇപ്പോഴും ഇവിടെ തനിച്ചാണല്ലേ? പത്മയും കുട്ടികളും അപ്പുറത്തുണ്ടല്ലോ. വാ, ഇവിടെ ഇരിക്കൂ. വേണ്ട രഘുവേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. രഘുവേട്ടന് ഒരു മാറ്റവുമില്ല. കുറച്ച് നര കയറി, പിന്നെ മുടി നീട്ടി. സൗദിക്ക് മാറ്റമൊന്നുമില്ല, കുറച്ച് തടി കൂടിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ അവിടെ പോയി കഴിക്കും. ആ, സൗദി എന്നാ വന്നത്? വന്നിട്ട് 3-4 ദിവസമായി. പഴയ പേര് മറന്നില്ല അല്ലേ? വീട്ടിൽ മിനിയായിരുന്നു എല്ലാവർക്കും. നാട്ടിലും അതെ, സൗദ എന്ന് ഒരാൾ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ആ പഴയ നല്ല കാലം. ഇപ്പോഴെന്താ ചീത്തകാലമാണോ? എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട്, പിന്നെന്താ? ആ ശരിയാ. പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്താ ഒരു കുറവ്. ഇതുവരെ കാണാത്ത ഒരാളുടെ ഭാര്യയായി, അയാളുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളുമായി, പിന്നെ അയാളുടെ കൂടെ ജോലി സ്ഥലത്തേക്ക്. ഇതുവരെ കാണാത്ത നാടും ആൾക്കാരും, അവരുടെ ഭാഷയും സംസ്കാരവും. എൻ്റെ കുറവുകൾ അന്നാണ് എനിക്ക് മനസ്സിലായത്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തെറ്റും ചെയ്യാതെ, ആരാലും ശിക്ഷിക്കപ്പെടാതെ, സ്നേഹത്തിൻ്റെ കാരാഗൃഹവാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പോട്ടെ രഘുവേട്ടാ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പഴയ ചങ്ങാതിമാരെയൊക്കെ കാണാറില്ലേ? ആ, കാണാറുണ്ട് പലരെയും. ഇടയ്ക്ക് ചിലരൊക്കെ വരികയും ചെയ്യും. എല്ലാവരെയും ഒന്ന് കാണണം. എത്ര ദിവസമുണ്ട് ഇവിടെ? തിരിച്ച് യാത്ര പെട്ടെന്നുണ്ടോ? ഇനി എങ്ങോട്ടുമില്ല. ഇനിയുള്ള കാലം ഇവിടെ തന്നെ കൂടാമെന്ന് കരുതി. ഭാര്യത്ത് ഒറ്റയ്ക്കോ? കുട്ടികൾ വരോ ഇങ്ങോട്ട്? കുട്ടികളോ? മകള് ഭർത്താവും കുട്ടികളുമായി ഡൽഹിയിൽ തന്നെ സ്ഥിരമാക്കി. മകനും ഭാര്യയും അമേരിക്കയിലാണ്. എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ അവർ പറയുന്നേ. ഞാൻ തീർത്തും പറഞ്ഞു, ഇനി എങ്ങോട്ടുമില്ല. ഇവിടത്തെ നല്ല വായുവും കാറ്റും കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് ഇനി ഇവിടെ തന്നെ. എന്നാ ഞാൻ പോകട്ടെ, പിന്നെ വരാം. എഴുത്തും നാടകവും രാഷ്ട്രീയവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? കാലം മാറിയപ്പോ അതൊക്കെ നിന്നു. എഴുതണം. അതിന് കാലം എന്താ പ്രശ്നം? എനിക്കും എഴുതണം. കാലങ്ങളായി എഴുതാതെ കൊണ്ടു നടക്കുന്ന ഒന്ന്. എന്താ അത്? അതൊക്കെയുണ്ട്. എന്നാ ശരി. പിന്നെ ഇന്നലെയും വിളിച്ചിരുന്നു അമേരിക്കയിലേക്ക് ചെല്ലാൻ. ഞാൻ തീർത്തും പറഞ്ഞു വരില്ല എന്ന്. എന്തിനാ വീണ്ടും കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയാവാൻ? ഞാനില്ല. എന്നാലും ഒറ്റയ്ക്കല്ലേ, മക്കളല്ലേ? വാ, പേടിക്കണ്ട. ശരിയാ, പക്ഷേ ഇന്നത്തെ കാലമല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. എന്ത്? അവർക്കൊക്കെ ഒരു ബാധ്യതയാകും. പിന്നെ അമ്മയുടെ സംരക്ഷണം ഏതെങ്കിലും സദനത്തിലായിരിക്കും. വൃദ്ധസദനം, ബാലസദനം, അങ്ങനെ എന്തെല്ലാം. വീണ്ടും കാരാഗൃഹവാസം. ശരിയാ, ഞാനും അതൊക്കെ ഓർക്കാറുണ്ട്. ആർക്കും സമയമില്ല. എല്ലാവർക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ആ സന്തോഷത്തിന് കുറവ് വരാതിരിക്കാൻ കൊണ്ടു ചെന്നാക്കാൻ പറ്റിയ സ്ഥലം. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വിങ്ങലുകൾ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അത് മനസ്സിലാകണമെങ്കിൽ അവരും ഇത്രത്തോളം വരണം.
ഇവിടെ നിൽക്കുമ്പോൾ പഴയതെല്ലാം ഓർമ്മ വരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഈ പാടത്താണ് കമ്പനിക്കെതിരെ സമരം നടന്നത്. കൃഷി സംരക്ഷിക്കാൻ മുൻപിൽ തന്നെ കൊടിയും പിടിച്ച് രഘുവേട്ടനും ഉണ്ടായിരുന്നു. ആ, എൻ്റെ മനസ്സും ജീവിതവും മാറി മറിഞ്ഞ സമരം കൂടിയായിരുന്നു അത്. ഓർമ്മയുണ്ടെല്ലാം. പക്ഷേ സൗദയുടെ ജീവിതവും ഇതും തമ്മിൽ എന്താ ബന്ധം? സമരം കാണാൻ ഞാനും വന്നിരുന്നു. ഞാനും നിങ്ങളുടെ കൂടെ കൂടിയാലോ എന്ന് അച്ഛന് ഭയം. അന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. എഴുത്തും വായനയും എല്ലാം പെട്ടെന്നായിരുന്നു. കല്യാണവും പോകലും എല്ലാം. ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് വാര്യർ എന്നോട് കർക്കശമായി പറഞ്ഞു, ഇനി വാര്യത്ത് വരരുതെന്നും എഴുത്തും പുസ്തകവും ഇവിടെ ആർക്കും വേണ്ട എന്നും. അന്ന് അതൊരു ആവേശമായിരുന്നു. വായനശാലയിലെ മാസത്തിലൊരിക്കലുള്ള കയ്യെഴുത്ത് പ്രതി. ആദ്യം വായിക്കാനും എഴുതാനും എല്ലാം ജഗുവേട്ടനാണ് കൊണ്ടു തന്നിരുന്നത്. ഓർമ്മയില്ലേ? ഉണ്ട്. മറക്കാൻ പറ്റുമോ? ആ കാലമെല്ലാം പോയി. ഇനിയും എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നും ചെയ്യണമെന്നുമൊക്കെ തോന്നുന്നു. വേണം, ഞാനും കൂടാം. പഴയ ചങ്ങാതിമാരെയും കൂട്ടാം. എന്താ? ആ, വന്നെന്നറിഞ്ഞു. കണ്ടില്ല. ഞങ്ങൾ അപ്പേണ്ണ കാണാൻ പോയിട്ട് വന്നതാ. ആൾക്ക് സുഖമില്ലാതിരിക്കല്ലേ. ആ, നിങ്ങളെങ്ങോട്ടാ? ആ, ഞങ്ങളങ്ങോട്ട് തന്നെ. കുറച്ച് ദിവസമായി ആളെ കണ്ടിട്ട്. ആ, ശരി ശരി ശരി. അറിയില്ലേ വാര്യത്തെ? ഡൽഹിയിലായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി. മക്കളൊക്കെ വിദേശത്താ. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ, അവരൊക്കെ എൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ നിൽക്കുക. ഒരു കയ്യെഴുത്തു പ്രതി ഇപ്പോഴും അവിടെ കാണും. അന്ന് എഴുതിയതാ. ഇതുവരെ ആരും വായിച്ചിട്ടില്ല. സൗദ തന്നെ ആദ്യം വായിക്കി. ഞാനത് തരാം. എൻ്റെ ഒരു സമ്മാനമായിട്ട് അതിരിക്കട്ടെ. 1-2 ദിവസം ഞാനിവിടെ ഉണ്ടാകില്ല. കുറച്ച് യാത്രയുണ്ട്. വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അതിനൊരു പിണക്കം വേണ്ട ആർക്കും. ആ, പോണം. എന്നാ പോകുന്നേ? നാളെ കഴിഞ്ഞ്. എന്താണ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന എഴുതാത്ത കാര്യം? ആ, എഴുതട്ടെ. ഷഷ്ടിപൂർത്തിക്ക് തരാം എൻ്റെ ഒരു സമ്മാനമായിട്ട്.